നമസ്കാരം. ഏഷ്യയിലെ ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനഃപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇതാണ് വിഷയം. ജാതകത്തിൽ അനുയോജ്യമായിട്ടുള്ള തൊഴിൽ മേഖല അറിയാൻ പറ്റുമെന്നുള്ളതാണ് നമുക്കൊരു ചോദ്യമായിട്ട് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ജാതകം ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ബയോഡേറ്റ പോലെ തന്നെ അല്ല, ബയോഡേറ്റയ്ക്ക് അതീതമായിട്ടുള്ള കാര്യങ്ങളുള്ളൊരവസ്ഥയാണ് അവരുടെ ജാതകം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഒരു ജാതകം വ്യക്തമായിട്ട് അല്ലെങ്കിൽ വൃത്തിയായിട്ട് ഗണിക്കാൻ അറിയാവുന്ന ഒരു ഗണകൻ അല്ലെ ഒരു ജ്യോതിഷനാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ജനനം തൊട്ട് മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളെയും തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. ഇനി സമ്പൂർണ്ണ ജാതകമാണെങ്കിൽ നമ്മുടെ ജാതകമായിട്ട് ജ്യോതിഷനെ സമീപിക്കേണ്ട ആവശ്യകതയില്ല. അതിനകത്ത് തന്നെ തൊഴിൽ സമയങ്ങളായാലും വിവാഹ ജീവിതമായാലും അതുപോലെ ചേരുന്ന നക്ഷത്രങ്ങളായാലും ഭാഗ്യസംഖ്യ, ഭാഗ്യ നക്ഷത്രങ്ങൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ജാതകത്തിൽ ദശാസന്ധി കാലഘട്ടങ്ങൾ, ജാതകത്തിൽ സമയദോഷമുള്ള അവസ്ഥകൾ, ഏത് ഗ്രഹത്തിനാണ് ബലക്കുറവ് ബലക്ഷയമുള്ളത്, അതിനെ ബലപ്പെടുത്താൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ദശാസന്ധികൾ, അതുപോലെ ദശാ അപഹാരങ്ങൾ, ആ അപഹാരകാലത്ത് ഭജിക്കേണ്ട ഈശ്വരന്മാർ, ധരിക്കേണ്ട യന്ത്രങ്ങൾ, പോകേണ്ട ക്ഷേത്രങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം വിശദമായിട്ടുണ്ടാകും. ഉപാസനാമൂർത്തി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് സമ്പൂർണ്ണ ജാതകത്തിൽ ഉണ്ടാവും. അപ്പം നമ്മൾ ഒരു ആളിൻ്റെ നമുക്ക് തൊഴിൽ മേഖല നമ്മൾ നോക്കുകയാണ്. നമുക്കതിൽ സർക്കാർ ജോലിക്ക് യോഗമുണ്ടോ, നമുക്കത് ആദ്യത്തിനെ കൊണ്ട് നമുക്ക് ചിന്തിക്കാം. ഇനി ജാതകത്തിൽ നമുക്ക് 10ാം ഭാവമാണ് നമുക്ക് കർമ്മസ്ഥാനം അല്ലെ തൊഴിൽ സ്ഥാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്. 10ാം ഭാവത്ത് നിൽക്കുന്ന ഗ്രഹങ്ങൾ ഏതൊക്കെയാണ്. അതുപോലെ നമുക്ക് ആളിന് വിദേശത്ത് പോകാനാണ് താല്പര്യം. വിദേശത്ത് പോകാൻ താല്പര്യമെങ്കിൽ നമുക്ക് 9ാം ഭാവം 12ാം ഭാവം കൊണ്ടൊക്കെയാണ് വിദേശയാത്രാ സംബന്ധമായിട്ട് ചിന്തിക്കേണ്ടത്. അതുപോലെ ചില ജാതകത്തിൽ സ്വയം ജോലിയെടുത്ത് അല്ല സ്വന്തമായിട്ട് നമുക്ക് കഷ്ടപ്പെട്ട് മുന്നോട്ട് കയറി വരാനുള്ള സാധ്യതയൊക്കെയാണ്. ചിലരുടെ ജാതകം പരിശോധിക്കുമ്പോൾ ഇവർ ഒരു വിവാഹ ശേഷം അല്ലെങ്കിൽ ഇവർക്കൊരു തൊഴിൽ കിട്ടിയതിന് ശേഷം ഇവർക്കൊരു മുന്നേറ്റം ഉണ്ടാകുന്ന അവസ്ഥ. അതുപോലെ ചിലർക്കാണെങ്കിൽ പഠിച്ചുകൊണ്ട് സൈഡ് തൊഴിൽ ചെയ്യാൻ, അതിനുശേഷം ഇവർക്ക് മുന്നോട്ട് പോകാൻ. ഇപ്പോൾ പഠിത്തത്തിൻ്റെ കാരകൻ ആരാ? ബുധനാണ്. അപ്പോൾ നമുക്ക് പഠിച്ചുകൊണ്ട് തൊഴിൽ ചെയ്യാന്ന് വെച്ചാൽ ബുധനും ആകത്തിനും ബന്ധം വരുന്ന അവസ്ഥയിൽ പൊതുവായിട്ട് പണ്ടുള്ളവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ബുധനും ആകത്തിനും കൂടെ യോഗം ചെയ്ത് 10ാം ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ, ആകത്തിനും ബുധനും ബലമുള്ള രാശി നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 100% ആളിന് ഒരു 25 വയസ്സിനകമായിട്ട് നല്ല ഒരു സർക്കാർ ജോലി കിട്ടാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട്. ഇനിയും ചിലരുടെ ജാതകം പരിശോധിക്കുമ്പോൾ ആകത്തിന് പിതൃകാലഘട്ടം പറയാറുണ്ട്. അപ്പം ആകത്തിന് അധമരാശിയിൽ അല്ലെ ആകത്തിന് ബലമില്ലാത്ത രാശിയിൽ നിൽക്കുകയും ആകത്തിന് വ്യാഴദൃഷ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ അച്ഛൻ അല്ലെ പിതൃതുല്യമായിട്ടുള്ളൊരു മരണപ്പെട്ട ജോലിക്ക് സർക്കാർ ജോലിക്ക് കയറാനുള്ള അവസ്ഥയൊക്കെ പറയാറുണ്ട്. അതുപോലെ തന്നെ ഈ ചന്ദ്രനെ കൊണ്ട് മാതാവിനെ പറയപ്പെടുന്നത്. അപ്പം ആ ചന്ദ്രന് ഇതേയുള്ള അവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞാൽ അമ്മ മരണപ്പെട്ട പോലെ അമ്മയുടെ ജോലികൾ മക്കൾക്ക് കിട്ടാനുള്ള സാധ്യത പറയാറുണ്ട്. അപ്പം അങ്ങനെ ജാതകവശാൽ ഓരോരുത്തർക്ക് ഓരോ ജോലി പറയുന്നുണ്ട്. ആ ജോലിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവർക്ക് കൂടുതലായിട്ടും മേന്മയുണ്ടാവും. ഇനി ചേർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതകത്തിൽ പറയുന്ന തൊഴിലിൽ ഒരു താല്പര്യം കാണത്തില്ല. ഒരാൾക്ക് ജാതകത്തിൽ ഡോക്ടർ ആവാനാണ് ജാതകത്തിൽ യോഗം. ചിലരുടെ അത് ഒരു നമുക്ക് ജാതകം പരിശോധിക്കുമ്പോൾ അറിയാം, ഒരു 100 ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ 99% ആൾക്കാർക്കും ഈ പറഞ്ഞ പോലെ തന്നെ ജാതകത്തിൽ പറയുന്ന ജോലി തന്നെ ആയിരിക്കും മിക്കവാറും അവർക്ക് താല്പര്യമായിട്ട് പോകുന്നത്. ഇനി ബാക്കി 1% ആൾക്കാർ ലക്ഷത്തിൽ വരുമെന്നൊക്കെ പറയത്തില്ലയോ എന്ന് പറഞ്ഞ പോലെ 1% ആൾക്കാർക്ക് ഈ ജാതകത്തിൽ പറയുന്ന തൊഴിൽ, ഇപ്പോൾ ഒരു മെഡിക്കൽ ഫീൽഡാണ് ജാതകത്തിൽ പറയുക, അല്ലെങ്കിൽ എഞ്ചിനീയർ ആവാനാണ് യോഗം. ആൾക്കാർക്ക് ചിലപ്പോൾ കരകൗശല വസ്തുക്കളോടായിരിക്കും താല്പര്യം, ചിലപ്പോൾ കൃഷിയായിരിക്കും, ചിലർക്ക് പാചകമായിരിക്കും, ചിലർക്ക് യാത്രയായിരിക്കും താല്പര്യം, ചിലർക്ക് മീഡിയ, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും താല്പര്യം. അപ്പോൾ അതൊക്കെ നമുക്ക് വളരെ സൂക്ഷ്മമായിട്ട് ജാതകം പരിശോധിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ജാതകത്തിൽ പറയുന്ന തൊഴിൽ ഏത് തന്നെ ആയാലും നമുക്ക് അത് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ മേന്മ. ഇനി ആ ജാതകത്തിൽ പറയുന്ന തൊഴിലിൽ ഇവർക്ക് താല്പര്യമില്ല എന്നൊരിക്കൽ ഇവരെ താല്പര്യപ്പെടുത്തിയെടുക്കാനും ധാരാളം നമുക്ക് പരിഹാര ക്രിയകൾ പറയപ്പെടുന്നുണ്ട്. ജ്യോതിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ നമുക്ക് വിഷയങ്ങളെ കണ്ടെത്താൻ മാത്രമല്ല, നമുക്കതിൻ്റെ പ്രതിവിധികൾ പ്രായശ്ചിത്തങ്ങളും ഇതിനകത്ത് ആചാര്യന്മാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു കുട്ടി നമുക്ക് അങ്ങ് പഠിച്ച് അല്ലെ അവരുടെ അച്ഛനമ്മമാരുടെ ഇഷ്ടപ്രകാരം ആ കുട്ടി എന്തെങ്കിലും പഠിച്ചു, അല്ലെ ആ കുട്ടിക്ക് താല്പര്യമില്ലായിരുന്നു, അങ്ങോട്ട് പോയി അവസാനം ആ ഫീൽഡ് വിട്ടുപോയി, നമ്മൾ പൈസ പഠിക്കാൻ നമ്മൾ ഇറക്കിയ പൈസ പോലും നഷ്ടപ്പെട്ടു, അങ്ങനെയുള്ളത് ചിന്തിച്ചിട്ട് കാര്യമില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു കുട്ടി പഠിച്ചു വരുന്ന സമയത്ത് തന്നെ, അതായത് ഒരു 9ാം ക്ലാസ് 10ാം ക്ലാസ് ഒക്കെ ആവുമ്പോഴേ ആ കുട്ടി എന്താവാനാണ് യോഗം, ആ കുട്ടിക്ക് എന്താണ് താല്പര്യം, അതും കൂടെ പരിഗണിച്ച ശേഷം ആ കുട്ടിക്ക് ഇഷ്ടമുള്ള താല്പര്യമുള്ള മേഖലയിൽ വിടുന്നത് കുറച്ചുകൂടെ നന്നായിരിക്കും. ജാതകവശാൽ എന്തായാലും തീർച്ചയായിട്ടും ജാതകവശാൽ നമുക്ക് തൊഴിൽ കണ്ടെത്താൻ സാധിക്കും. ഏത് മേഖലയിൽ പോയി രക്ഷപ്പെടാൻ പറ്റുമെന്ന് കണ്ടെത്താൻ സാധിക്കും. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.